ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ 5 മൈൽ ബസ് സ്റ്റോപ്പിനും എടത്തറ ബസ് സ്റ്റോപ്പിനും ഇടയിലായിട്ട് ഈ കാണുന്ന ഹൈവേ സൈഡിൽ നിന്ന് ഏകദേശം ഒരു 150-200 മീറ്റർ മാത്രം വിട്ടിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്. ഇത് ടോട്ടൽ 3.36 സെൻറ്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റ് വീടാണ്. കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ അവിടെയും അതുപോലെ തന്നെ മതിൽ കെട്ടാനുള്ളതും അതുപോലെ ഇൻ്റർലോക്ക് ചെയ്യാനുള്ള വർക്കിൻ്റെ കുറച്ച് പെൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ മേലെ ഫ്ലോറിൽ വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് UPVCയുടെ വിൻഡോസ് വെക്കാനുള്ള ഒരു പെൻഡിങ് കൂടി, അത്രയാണ് ഇതിൽ ശരിക്കും പെൻഡിങ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇപ്പോൾ കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടാണ് തരുന്നതെങ്കിൽ അവർ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് 38 ലക്ഷം രൂപ പറയുന്നുണ്ട്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഇനി അങ്ങനെയല്ല, ഇപ്പോൾ ഇരിക്കുന്ന ഇതേ സിറ്റുവേഷനിൽ ഇങ്ങനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർ 34 രൂപ പറയുന്നുണ്ട്. അതിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതാണ് റൈറ്റ് സൈഡിൽ. ഇതിന് ചുറ്റുവട്ടം കുറച്ച് സ്ഥലങ്ങൾ തന്നെ ഉള്ളൂ. കാരണം ടോട്ടലുള്ളത് 3.36 സെൻറ്റ് സ്ഥലമാണ്. 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 BHK ആണ്. 4 ബെഡ്റൂം ഉണ്ട്. അതിൽ 3 അറ്റാച്ച്ഡ് ആണ്. കംപ്ലീറ്റ് നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സ്ഥലത്തിന് ബാക്ക് സൈഡിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത്യാവശ്യം മതിലും വീടും തമ്മിൽ. അതുപോലെ ഇവിടെ സ്ഥലം തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെളിയിലൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് അതിൽ കുറേ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് കുറേ ഐറ്റംസ്, അതിൻ്റെ ടൈൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി വർക്ക് അതിൽ പെൻഡിങ് ഉണ്ട്. സോ ഈ വർക്കെല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൈസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കയറി വഴിക്ക് നമ്മൾ പോയില്ലേ, അതേ റൂട്ടാണ്. ഇതിൽ ഫ്രണ്ടിൽ സ്പേസ് എന്ന് പറയുമ്പോൾ ആ പൂച്ചെടികൾ വെച്ചാൽ അതുവരെയ്ക്കാണ് ഫേസ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ടൈൽസിൻ്റെ കാണാം. സ്റ്റെപ്പിലൊന്നും ടൈൽസ് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് കയറുന്ന വഴിക്ക് നമുക്കൊരു സിറ്റ് ഔട്ട് ഏരിയ വരുന്നുണ്ട്. അതിലൊക്കെ നല്ല LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഏരിയ. കയറുമ്പോൾ തന്നെ തേക്കും കൊണ്ടുവന്ന അടിപൊളിയായിട്ടുള്ളൊരു ഡോറ്, ഡബിൾ ഡോറാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഡോർ തുറന്ന് ഫസ്റ്റ് എൻട്രൻസ് ചെയ്യുന്ന നല്ലൊരു ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ള ലിവിങ് സ്പേസ്. സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ ലൈറ്റിനിങ് കൊടുത്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് എല്ലാ എൻട്രൻസും, ബെഡ്റൂമിലേക്ക് എൻട്രൻസ്, ഡൈനിങ് സ്പേസിലേക്ക് എൻട്രൻസ് എല്ലാം ഈ ലിവിങ് സ്പേസിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ റൂമും ഇവിടെ നിന്നാണ് കയറുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള ജനലാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോ നല്ല വലുപ്പത്തിലുള്ള വിൻഡോ ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറിയൊരു ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ആണ്. പക്ഷെ ഇപ്പോൾ അത് വാഷ്റൂം കാണിക്കാൻ നിവൃത്തിയില്ല, അവിടെ ആളുണ്ട്. ഓക്കെ. സോ നമ്മളിവിടെ എൻട്രി ചെയ്ത് തന്നെ അടുത്ത ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് അല്ല. എല്ലാത്തിനും നല്ല വെൻറ്റിലേഷൻ കൊടുക്കാൻ പാകത്തിന് അത്യാവശ്യം വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് ഈ സ്റ്റെയറിൻ്റെ താഴെ ഒരു ചെറിയ റൂം പോലെ ഉണ്ട് കേട്ടോ. അതുവേണമെങ്കിൽ നമുക്ക് അതിന് അറ്റാച്ച് കണക്ട് ചെയ്തെടുക്കാനും പറ്റും ആ ബെഡ്റൂമിനായിട്ട്. ഇവിടെ ഡൈനിങ് സ്പേസ് വിത്ത് നമുക്കൊരു കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. അതിലിടയിൽ അടച്ചിട്ടൊന്നുമില്ല, നേരെ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ വിത്ത് ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ നമ്മൾ ഡോർ തുറന്ന് നമുക്ക് നേരെ വെളിയിലോട്ട് പോകാം. ഇവിടെ നോക്കിയാൽ കാണാം അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വലിയ റൂമാണ്. ഇതിനെ നമുക്ക് 2 രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇതിൽ നമുക്ക് കബോർഡിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കിച്ചണിൻ്റെ കാര്യം ഒന്നും കൂടി ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇടയിലൊരു ഡിവിഷൻ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് വാഷ് ബേസിനും അതിൻ്റെ മേലെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസ് വഴി നമ്മൾ മേലെ കയറാൻ പോകണം. ഓക്കെ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു. അത്യാവശ്യം വലിപ്പമുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. 3.36 സെൻറ്റ് സ്ഥലത്തിനകത്ത് വളരെ മനോഹരമായിട്ട് തന്നെ ഈ വീടിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഓക്കെ. സോ നമ്മൾ സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അടുത്ത് ഇവിടെയൊക്കെ ലൈറ്റിനിങ് ഒക്കെ സെറ്റ് ചെയ്ത് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റെയറിങ് ഏരിയ, ഇവിടെ നമുക്ക് എല്ലാത്തിലും സീലിങ്ങിൽ നല്ല LED ലൈറ്റ്സ് കൊടുത്തിട്ട് നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ലിവിങ് സ്പേസ്, ഒരു ഫാമിലി ലിവിങ് സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഫാമിലി ലിവിങ് സ്പേസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. താഴെയുള്ള അതേപോലെ ലിവിങ് ഏരിയയുടെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്. രണ്ടിനും കൂടിയിട്ട് ഒരു ബാത്റൂം, വലിയ ബാത്റൂം തന്നെ. അത് 2 സൈഡിൽ നിന്നും ഡോർ കൊടുക്കുന്നുണ്ട്. ഈ ബെഡ്റൂമൊന്നും കൊടുക്കുന്നുണ്ട്, അടുത്ത ബെഡ്റൂമിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിൽ കമ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ UPVCയുടെ വിൻഡോസ് അവിടെ കൊടുക്കാനുണ്ട്. ഇതാണ് വലിയൊരു ബെഡ്റൂം, അല്ല വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും ഡോറുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നും ഡോറുണ്ട്, ആ ഭാഗത്തുനിന്നും നമുക്ക് ഈ ബാത്റൂമിലേക്കുള്ള ഡോറുണ്ട്. ഓക്കെ. നല്ല മനോഹരമായിട്ടുള്ള ടൈൽസൊക്കെ കൊടുത്ത് നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ താഴെ കണ്ട അതേ ഒരു ബെഡ്റൂം നമുക്ക് അടുത്ത സൈഡിലും കാണാം.
ഇതൊരു ഫാമിലി ലിവിങ് സ്പേസ്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം കാണാം. ഇതിന്ന് നമുക്ക് അതേ വാഷ്റൂമിലേക്ക് കയറാനുള്ള ഡോർ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ രണ്ടും കൂടി കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ള സ്പേസിന് അതേ പറഞ്ഞു 3.36 സെൻറ്റ് സ്ഥലത്തിനകത്ത് 4 ബെഡ്റൂം കൊടുത്ത് അത്യാവശ്യം താഴെയും മേലെയും ലിവിങ് ഏരിയയും കൊടുത്തിട്ടാണ് ഒരു വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസിന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ അമ്പലങ്ങളുണ്ട്. അടുത്ത് തന്നെ ഇഷ്ടം പോലെ വീടുകൾ, ചുറ്റുവട്ടം ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഹൈവേ എന്ന് നോക്കുമ്പോൾ നമുക്കൊരു 100-150 മീറ്റർ മാക്സിമം പോയി കഴിഞ്ഞാൽ 150 മീറ്റർ അത്രയൊക്കെ തന്നെ ദൂരമുള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ ഹൈവേ നിന്ന് ഇങ്ങോട്ടേക്ക്. സോ ഞാനും നടന്നിട്ടാണ് ഇങ്ങോട്ട് ഹൈവേയിൽ അവിടെ വണ്ടി നിർത്തി ഇങ്ങനെ നടന്നാൽ വന്ന്, അത്രയും അടുത്താണ്. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സിറ്റ് ഔട്ടിൻ്റെ ഹൈറ്റിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ 3.36 സെൻറ്റ് സ്ഥലമാണ്. 1200 സ്ക്വയർ ഫീറ്റ് ആണ് വീടുള്ളത്. 4 BHK ആണ്, 4 BHK ആണ്. അതിൽ 3 അറ്റാച്ച്ഡ് ആണ്. ചെറിയ പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ 38 ലക്ഷം രൂപ ഒരു ആസ്കിങ് പ്രൈസാണ്. അതിന് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവും. അതുപോലെ തന്നെ ഇതേ രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്ന അതേ സിറ്റുവേഷനിൽ നമ്മൾ കിട്ടുകയാണെങ്കിൽ 34 രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ പറളി റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്താണ്. അതേപോലെ തന്നെ പാലക്കാട് ടൗണിൽ നിന്ന് വരികയാണെങ്കിലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് പാലക്കാട് ടൗണിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റും. അതുപോലെ എല്ലാം കൊണ്ടും റെയിൽവേ സ്റ്റേഷൻ എടുത്താലും ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കണക്ട് ചെയ്തെടുക്കാം. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. സ്കൂളുകളായാലും രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ വളരെ നിയറസ്റ്റ് ആണ്. പറളി ഹെൽത്ത് സെൻറ്റർ നമുക്ക് അടുത്താണ്. എല്ലാം കൊണ്ടും വളരെയധികം ടൗൺ ആയാലും കാര്യങ്ങളായാലും വളരെയധികം അടുത്ത് ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ആൾ പറഞ്ഞ പ്രൈസ് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.